വേഗം റെഡിയാവും. നമുക്ക് ആകാംക്ഷ ഫിലിംസ് വരെ ഒന്ന് പോണം. എന്താണ് മാമൻ കുഴൽപ്പണം പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഫിലിം കമ്പനി വാങ്ങാൻ പോണം? 40 ലക്ഷവുമായി കടന്നു കളഞ്ഞവര് ആകാംക്ഷ ഫിലിംസിലെ ജോലിക്കാരാണെന്ന്. എന്നാ നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയേക്ക്. ഞാനിവിടെ ഒന്ന് എഴുന്നേക്കട്ടെ. ഞാനിപ്പോ സർട്ടിഫിക്കറ്റിലാണ്. എന്താ? ഈ തിയേറ്ററിലെ ഓപ്പറേറ്റർ ആയിരുന്നു പാപ്പിച്ചേട്ടൻ. ഗോപി, നമ്മൾ ഒരു പ്ലാനും നടക്കുമെന്ന് തോന്നില്ല. നേരെ വെളുത്ത് റോഡിൽ ആളുകൾ വന്നു തുടങ്ങി. പിന്നെ എത്ര നേരം ഈ ബോഡി ആയിട്ട് ഇങ്ങനെ നമ്മൾ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ എന്നെ കണ്ട അമിതാഭ് ബച്ചന്റെ ഒരു കട്ടില്ലേ? ഉച്ചമുതലാളി വേഗം വാ. ഓക്കെ. എന്താ ഇത്? നീ ഇതുവരെ പോയില്ലേ? മാമൻ ദേഷ്യപ്പെടുന്നുണ്ട്. ഈ മാമന് ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ വേണം എല്ലാം സോൾവ് ചെയ്യാൻ. ഇപ്പോഴെങ്കിലും മാമിക്ക് എന്റെ ക്രെഡിറ്റ് മനസ്സിലായില്ലേ? പുന്നാരം പറയാതെ വേഗം പോവാൻ നോക്ക്. ഓക്കെ. നിങ്ങൾ വരണ്ട. നിങ്ങളെ കണ്ട ചിലപ്പോ അവന്മാർ മുങ്ങിക്കളയും. ഞാൻ പോയിട്ട് വരാം. ഇവിടെ നിൽക്കാൻ പേടിയുണ്ടെങ്കിൽ ജീപ്പിനുള്ളിൽ കയറി ഇരുന്നോളൂ. ഓക്കെ? അതെ. ഉത്കണ്ഠ ഫിലിംസിന്റെ ഓഫീസ് ഏതാ? ഉത്കണ്ഠ ഫിലിംസ്? അങ്ങനെ ഒരു ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നെ. ഉത്കണ്ഠ. മനസ്സിലായി? ഉത്കണ്ഠയില്ല, ആകാംക്ഷ ഫിലിംസ് ഉണ്ട്. അത് തന്നെയാണോ ഞാൻ ചോദിച്ചത്? നിങ്ങൾ ചോദിച്ചത് ഉത്കണ്ഠ ഫിലിംസ് അല്ലേ? ഉത്കണ്ഠ ആകാംക്ഷ തമ്മിൽ എന്താണോ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. ടീനേജിലും എന്റെ പ്രായക്കാരുടെ പ്രേമം കൊള്ളാം. നിങ്ങളാരാ? നമ്മളാരാണാവോ? ഈ ഇക്കിളി കൂട്ടും പെണ്ണ്. ഇക്കിളി കൂട്ടും പെണ്ണ് ഈ അല്ല, എ ആണ്. അഡൽസ് ഓൺലി. അവള് ധാരാളം ഇക്കിളി കൂട്ടുന്നുണ്ട്. ഇനി അധികം നാൾ ഇക്കിളി കൂട്ടൂല. തന്നെ ഇക്കിളി കൂട്ടും പെണ്ണുമായി പോയാ ആ 2 റെപ്രസെന്റേറ്റീവുമാരെവിടെ? അവരവിടെ പെട്ടിയുമായി പോയിരിക്കല്ലേ. 2 ദിവസം കഴിയുമ്പോ വരും. എന്താ കാര്യം? ഏത് തിയേറ്ററിൽ നിന്നാ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന്. അവന്മാർ വരുമ്പോ ഞാൻ വന്നെന്ന് പറഞ്ഞേര്. ആര് വന്നെന്ന് പറയണം? സുന്ദരേശൻ. സുന്ദരേശനോ? അതെ, കാണാൻ നല്ല സുന്ദരനായ ഒരാളാണെന്ന് പറഞ്ഞാൽ മതി. പോലീസ് ചെക്കിങ്. വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. ഒരു മിനിറ്റ്. എന്താ പ്രശ്നം? കള്ളക്കടത്തുമായി ഒരു കാർ ഇതുവഴി വരുന്നുണ്ടെന്ന് പോലീസിന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ചെക്കിങ് നടക്കുക. നമ്മളിപ്പോ എന്താ ചെയ്യാ? സകല ദൈവങ്ങളെ നീ വിളിച്ചു. ഞാൻ ഒരു ചെറിയ കളി കളിച്ചു നോക്കാൻ പോവാ. അയ്യോ, നീ എന്ത് ചെയ്യാൻ പോവാ? അതൊന്നും നീ അറിയണ്ട. അല്പ ഗ്യാപ്പ് കിട്ടിയ നീ വണ്ടി എടുത്തോണം. നമുക്ക് വൈകുന്നേരം ചേരി വെച്ച് കാണാം. ബോബി, ഞാൻ പറയുന്നു. ഒന്നും പേടിക്കണം, വണ്ടി എടുത്തോ. ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ആ പോലീസുകാരുടെ മുമ്പിൽ ഒരു കള്ളക്കടത്തുകാരനായിട്ട് അഭിനയിക്കണം. വേറെ ഒന്നുമല്ല, എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് കൊലപാതക കേസിൽ കുടുങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാ. വാട്ട് യു മീൻ സാർ? പ്ലീസ്, എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ കള്ളക്കടത്തുകാരനല്ല എന്നുള്ളത് നമുക്ക് 2 കൂടെ ചേർന്ന് പോലീസിനെ ബോധ്യപ്പെടുത്താം. അതിന് വേറെ പ്ലാൻ എന്റെ കയ്യിലുണ്ട്. എന്താ മിസ്റ്റർ, ആളെ കളിയെ കാണാ? സാർ പ്ലീസ്, സാറിന് ഇതേപോലെ ഏതെങ്കിലും കൊലപാതക കേസിൽ വന്ന് അകപ്പെടുമ്പോ ഞാനും വന്ന് രക്ഷിക്കാം. സാർ, ഇവൻ കള്ളക്കടത്തുകാരനാണ് സാർ. ഇവൻ ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. കള്ളക്കടത്ത് സാധനങ്ങളുണ്ട്. ഇവൻ രാജാവിന്റെ മകനാണ്. സാർ, പിടിച്ചോളൂ. ഓടിയാട്ടെ, ഒറിജിനൽ സ്റ്റാഫാണ് സർ. വെൽ ഡൺ മിസ്റ്റർ ഗോപിനാഥ മേനോൻ.
നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ആണ് പുള്ളിയെന്ന്? സാർ അതൊരു അബദ്ധത്തില് അല്ല, കുഞ്ഞുനാൾ മുതലേ എനിക്ക് കള്ളക്കടത്തുകാരെ മനസ്സ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. ഇയാളെ പിടിച്ച് ജീപ്പേ കയറ്റു. സാർ, മിസ്റ്റർ ഡിസിൽവയുടെ ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാൻ ഇത് ഹെൽപ്പായിരിക്കും. മിസ്റ്റർ ഗോപിയെ കൂടി വിറ്റ്നസ് ആക്കി എടുത്താൽ. ദാറ്റ്സ് റൈറ്റ്. സാർ, അയാളെ കാണാനില്ല. ഹലോ, ഗോപിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ കുടുങ്ങിയനെ. പോലീസ് ഗോപിയെ ചോദ്യം ചെയ്താലോ? എനിക്കും അതാ ഇപ്പൊ പേടി. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. വേണ്ട. ഒരു ചായയെങ്കിലും. ഒന്നും വേണ്ട. ആകെ ബുദ്ധിമുട്ടായല്ലേ? എനിക്കോ? ഞാൻ കാരണം നിങ്ങൾക്കല്ലേ കൂടുതൽ ബുദ്ധിമുട്ടായത്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഡെഡ് ബോഡിയുമായിട്ട് ഈ വാനിൽ ഇങ്ങനെ കറങ്ങുന്ന പാടാ. നമുക്ക് എവിടെയെങ്കിലും റൂം എടുത്തൊന്ന് ഫ്രഷ് ആയാലോ? അപ്പൊ ഇത് നമുക്കിത് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്യാം. ആ ഹോട്ടൽ മാനേജറുടെ കാര്യം ആലോചിക്കുമ്പോഴാ. ഏയ്, മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. നമുക്ക് അന്വേഷിക്കാം. ഒരു ഡബിൾ റൂം വേണമായിരുന്നു. ഇത് വൈഫാണോ? കണ്ടറിഞ്ഞൂടെ? സോറി, സാറ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചിട്ടൊക്കെ കൊടുത്താൽ മതി എന്നാ. വർഗീസ്, ആ 250 ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അഡ്വാൻസ് വെച്ചോ. സാറേ, കുടിക്കാൻ ചായ കാപ്പിയോ ഹാർലിക്സ് എന്തെങ്കിലും? ഒന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇരിക്കെ ഇരിക്കെ. സൂസന് വേറൊന്നും തോന്നരുത്. വൈഫാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവർ റൂം തരില്ല. അതുകൊണ്ടാ. ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ജോസൂട്ടി മരിക്കുമ്പോൾ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ക്യാമ്പിന് പോയിരിക്കായിരുന്നു. കാർ അപകടത്തെപ്പറ്റി പേപ്പറിൽ വായിച്ചു. പക്ഷെ മരിച്ചത് ജോസൂട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സൂസൻ കരയാതിരിക്കൂ. നഷ്ടപ്പെട്ടതൊന്നും കരഞ്ഞതുകൊണ്ട് തിരിച്ചു കിട്ടില്ലല്ലോ. ജോസൂട്ടിയുടെ പെങ്ങളൊരു ഹോട്ടലിലെ പാട്ടുകാരിയായത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. സൂസൻ എങ്ങനെയാ അവിടെ എത്തിയത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിധി. സംഗീതം പഠിച്ചതുകൊണ്ട് ഗാനമേള ട്രൂപ്പിൽ ഞാൻ പാടാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആന്റിയുടെ ബ്രദർ അലക്സ് വീട്ടിൽ വന്നത്. ഇവിടത്തെ ലോക്കൽ ക്ലബ്ബുകാരുടെ ഗാനമേളകൾ പാടാൻ പോയാൽ ആരറിയാനാ? കാശും കിട്ടില്ല, ചീത്തപ്പേര് മാത്രം മിച്ചം. അവള് വീട്ടിലിങ്ങനെ മുനി പോലെ കുത്തിരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ പാടാൻ പോകുന്നത്? മനസ്സിനെങ്കിലും സന്തോഷം കിട്ടുമല്ലോ. ഏയ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അളിയന് മനസ്സിലായില്ല. നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പെമ്പിള്ളേർക്ക് ചേർന്ന പണിയല്ലത്. അത് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധം ഈ മനുഷ്യനുണ്ടോ? സൂസൻ എങ്ങനെ പാടണമെന്ന് മോഹം ഉണ്ടെങ്കിൽ ദൂരദർശനിൽ എന്റെ ഒരു സുഹൃത്തുണ്ട്, ഓഫീസറാ. അയാളോട് പറഞ്ഞ് ടി വി ഞാൻ പാടിപ്പിക്കാം. 4 ആൾ അറിയുകയും ചെയ്യും, നല്ല കാശും കിട്ടും. ടി വിയിൽ പാടാൻ പോണു. ലക്ഷക്കണക്കിന് ആൾക്കാർ കേൾക്കാനുള്ളതാ.
അതിനുള്ള ശബ്ദം വല്ല ഇവൾക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ നീ അവൾക്ക് ടി വിയിൽ പാടാൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കും. അല്ല സൂസൻ എവിടെ? എടി സൂസ, ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാനിവിടെ ഉണ്ട്. ഇവിടെ നിൽക്കായിരുന്നു എല്ലാം കേട്ടോണ്ട്. സൂസന് ടി വി പാടണമെന്ന് ആഗ്രഹമുണ്ടോ? എന്നാ നാളെ തന്നെ റെഡി ആയിക്കോ. പേടിക്കാനൊന്നും ഇല്ലെന്നേ, ഞാനില്ലേ കൂടെ. കൂടി വന്നാൽ അയാൾ ഒരു പാട്ട് പാടാൻ പറയും. ഒരു പാട്ടങ്ങ് പാടി വയ്ക്കണം. ആദ്യമായിട്ടാണല്ലേ ഇത്രയും വലിയ ഹോട്ടൽ കയറുന്നത്. ആട്ടെ, സൂസനെ കുടിക്കാൻ എന്താ വേണ്ടേ? എന്തായാലും മതി. ഹലോ, റൂം സർവീസ് 245. 1 coffee and 1 fresh lime. Okay? ഹലോ, ഞാനാ അലക്സ്. അതെ, ജയപ്രാശിന്റെ റൂമിലാ. ഇപ്പൊ വന്നേ ഉള്ളൂ. എന്റെ കസിന് ടി വിയിൽ ഒരു പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വന്നാ. അതെ, സിംഗറാ. യെസ്, ജാരിയും ചിത്രയൊക്കെ ഔട്ടാവും. എന്നാ ശരി, ഓക്കെ, വൈകിട്ട് കാണാം. സാർ കോഫി അവിടെ വച്ചേക്ക്. ടിവിയിലെ പാട്ടും ഇന്റർവ്യൂവും ഒക്കെ അയാൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിരുന്നു. എന്നിട്ടും ചിറ്റപ്പന്റെ ആന്റിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായി. മുറിവേറ്റ മനസ്സുമായി ഇരുണ്ട മുറിയിൽ ഒതുങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ പാടിയിരുന്ന ട്രൂപ്പിലെ വയലിനിസ്റ്റ് വഴി ചാന്ദിനി ഹോട്ടലിൽ പാട്ടുകാരിയായി ജോലി കിട്ടിയത്. ഇപ്പോൾ മറ്റൊരു ദുരന്തം കൂടി. സൂസൻ വിഷമിക്കണ്ട, അയാൾ ചത്തിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ മുറിവല്ലേ ഉള്ളൂ. കഴിഞ്ഞ കഥകളൊക്കെ കേൾക്കേണ്ടിയിരുന്നില്ല എന്നിപ്പോ തോന്നുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഒരു പെൺകുട്ടിയും ഇത്തരം അനുഭവങ്ങളൊന്നും ആരോടും തുറന്നു പറയാറില്ല. സൂസൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ മനസ്സ് കാണാൻ എനിക്ക് കഴിയും. അയ്യോ, സൂസന്റെ കഥ കേട്ടിരുന്നപ്പോ വാനിലിരിക്കുന്ന ഡെഡ് ബോഡിയുടെ കാര്യം വരെ ഞാൻ മറന്നുപോയി. ഇന്ന് രാത്രി തന്നെ അത് കളഞ്ഞില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. ഞാൻ ആ ഗോപി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. അവൻ ഇനി എന്തെല്ലാം കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുമാവോ? എന്താ പ്രശ്നം? ദൈവത്തിനറിയാം. എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പിറകെ കൂടിയിരിക്കുക. എന്റെ സൗന്ദര്യം എനിക്ക് ഇത്രയും വലിയ ശാപമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് അവരെ നേരത്തെ പരിചയമുണ്ടോ? എവിടെ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. എന്താ ചേച്ചി പ്രശ്നം? ഇയാൾ എന്നെ കെട്ടാന്ന് പറഞ്ഞതാ. അയ്യോ, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയതാ. അയ്യോ ശരിയാ, നീ തന്നെ ആള്. എന്താണിത്? ഞാൻ എത്ര കത്തയച്ചു, എനിക്കാ? എണ്ണത്തിന് മറുപടി അയച്ചോ? അയ്യോ, ഇത് ഇവർക്ക് ഭ്രാന്താണ്. എടാ. ഈ തള്ള ദേ നാട്ടുകാരെങ്കിലും കണ്ടാ പോ. നീ എന്താ അവരേറ്റ കത്തിന് മറുപടി അയക്കാത്തത്? കേരള വെണ്ടി വണ്ടിയിൽ. എടാ, എടാ. ആ പൂതനെ പേടിച്ച് ഓടി ഓടി എന്റെ പിന്നതയിലിളകി. സ്റ്റേഡിയത്തിന്റെ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ അവിടെ പോയി കിടക്കായിരുന്നു. വണ്ടിയിൽ ഒരു പെണ്ണിനെ വെച്ച് എത്ര നേരം വെച്ചാൽ കാത്തിരിക്കുക. നിന്നെ കാണാതായപ്പോ ഞാൻ ഹോട്ടലിൽ ഒരു റൂം എടുത്തു. ഓഹോ, അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന. ഇവിടെ ഭ്രാന്തം പേപ്പട്ടിയുടെ കടിയും കൊണ്ട് ഓടും പോലെയാ ഞാൻ കിടന്ന് ഓടിയത്. സൂട്ട്കേസിൽ നിന്ന് മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു ബോട്ടിൽ പെർഫ്യൂം വാങ്ങിച്ചടിച്ചാലോ? അതാ നല്ലത്. ഇല്ലെങ്കിൽ പാപ്പിച്ചേട്ടൻ നാറും നമ്മളും നാറും.
എവിടാ പണം? അയ്യോ ഏത് പണം? വെറുതെ തടി കേടാക്കണ്ട. ഫിലിം പെട്ടിക്കകത്ത് കിട്ടിയ പണം എവിടെയാണ്? സത്യം പറഞ്ഞു. അതെ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്നുള്ള സത്യം. പക്ഷേ പെട്ടി ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതെ, മിസ്സായി പോയി. മര്യാദയ്ക്ക് ചോദിച്ചാൽ അവന്മാര് സത്യം പറയില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ലെന്ന് പറയണം. വാനിനകത്ത് സൂട്ട് കേസിനകത്തുണ്ട്. നേരാണോടാ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ പണം പകുതി പകുതി എടുക്കാം. 50-50. പകുതി അതെന്താ ന്യായം? നോക്കണം. പോലീസ് 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 ഓടിക്കും ഓടിക്കും ഓടിക്കും. മതി, നിർത്ത്. മിടുക്കന്മാർ, ഈ പണം തിരിച്ചിട്ടുവെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ ബോയ്സ്. സുന്ദരേശ, തുറക്കടാ. ഓക്കെ. എന്തായി കാണുന്നത്? ഇയാളെങ്ങനെ പെട്ടി കയറി? ഇത് തീർന്നു കിടക്കണ കേട്ടാ. പെട്ടി കണ്ടാൽ അറിഞ്ഞൂടാ നിനക്കൊക്കെ? അവന്മാർ പണം മുഴുവൻ തട്ടിയെടുത്ത് നമ്മൾ ചീറ്റിയതാണ്. ഞങ്ങൾ വിചാരിച്ചു ശവമാണെന്നല്ലേ? എന്താണ് മാമനോടെ മെഡിക്കൽ കോളേജ് വല്ലതും തുടങ്ങാൻ പോണ്ട ശവം മേടിച്ച് സൂക്ഷിക്കാൻ? എന്തൊരു നാറ്റം മാമാ. നമുക്കിത് ഫോറൻസിക് സൈലന്റ് വാലിയിൽ അയച്ചു കൊടുത്ത് ടെസ്റ്റിംഗ് നടത്തിയാലോ? പാപ്പിച്ചേട്ടന്റെ ബോഡി കയ്യിൽ നിന്ന് പോയി എന്ന് കരുതി നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല. ഡെഡ് ബോഡി എവിടെയെങ്കിലും പൊങ്ങിയാൽ നമ്മൾ ആകെ കുടുങ്ങും. തിയേറ്ററിൽ ഇക്കിളി കൂട്ടും പെണ്ണിന്റെ പ്രിന്റും നമ്മളെയും കാണാനില്ല എന്ന് വരുമ്പോ തന്നെ സ്വാമിയുടെ അടുത്ത് ആളിയല്ലും. അവിടെ ഇല്ലാന്ന് അറിയുമ്പോ വീട്ടിലേക്ക് ആളയക്കും. പിന്നെ പാപ്പിച്ചേട്ടനെ കൂടെ കാണാനില്ല എന്ന് വരുമ്പോ പ്രശ്നമായ ഗുരുതരമാവും. അയ്യോ, വീട്ടിലാളിയെന്ന് എല്ലാരും അറിയും. സരിത അറിഞ്ഞാലുള്ള സ്ഥിതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിന് നമ്മൾ പാപ്പിച്ചേട്ടനെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. ഫിലിംപെട്ടിക്ക് അകത്തുനിന്ന് കിട്ടിയ രൂപ ഒളിപ്പിച്ചു വെച്ചു എന്നൊരു തെറ്റല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഏതായാലും സ്വാമിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വരെ നമുക്ക് പോയാലോ? അവിടുത്തെ സ്ഥിതി ഒന്ന് അന്വേഷിക്കാം. ചേട്ടാ, അത് കൂടുതൽ പുലിവാലാവൂലേ? നമുക്ക് പോയി നോക്കാം. നീ മുറിയിലേക്ക് വരണ്ട, ഞാൻ പോയി അറിയാത്ത വിധത്തിൽ അന്വേഷിച്ചിട്ട് വരാം. എന്നാ വാ. ഐ എം സോറി. ഈ ടെൻഷൻ്റെ ഇടയ്ക്ക് ഞാൻ സൂസന്റെ കാര്യം മറന്നു. എന്നെ ഹോട്ടലിൽ തന്നെ കൊണ്ടുവിട്ടുള്ളൂ. അങ്ങോട്ടല്ലാതെ എനിക്ക് വേറെ പോകാൻ ഇടമില്ല. ഇല്ല, ഇനി ഒരിക്കലും സൂസനെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. സൂസൻ എന്നും എന്നോടൊപ്പം ഉണ്ടായിരിക്കും.
ഇത്? ഇക്കിളി കൂട്ടും പെണ്ണ് ദന്നിയിൽ വെച്ചിരുന്നതല്ലേ, പിന്നെ എങ്ങനെ ഈ പെട്ടി ഇവിടെ വന്നു? നാരായണ, നാരായണ, ഇതാരും ഇവിടെ കൊണ്ടുവച്ചു? ഞാൻ കണ്ടില്ല സ്വാമി. കണ്ടില്ലെന്നോ? പിന്നെ ഇതെങ്ങനെ ഇവിടെ വന്നു? അല്ല, പെട്ടി വലുതാണല്ലോ, ഇനി സിനിമാസ്കോപ്പ് പടായിരിക്കോ? നീ ഇതൊന്ന് തുറന്നേ. എന്റെ ഈശ്വര, ഇതൊരു ഡെഡ് ബോഡിയാണല്ലോ. മത്തായി, പ്രദീപേ, രാഘവ, ഓടി വായോ. എന്താ സ്വാമി? എന്താ സ്വാമി? എന്തുണ്ടായി? എന്ത് പറ്റി? എന്താ സ്വാമി ഇത്? എനിക്കൊന്നും അറിയില്ല. പെട്ടി തുറന്ന് നോക്കിയപ്പോ ഒരു ഡെഡ് ബോഡി. സ്വാമി ഉടനെ പോലീസിൽ അറിയിക്കണം. പോലീസിൽ അറിയിച്ചാ എനിക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അറിയിച്ചില്ലെങ്കിലേ കുഴപ്പം. സ്വാമി വേഗം ഫോൺ ചെയ്യും. ഹലോ, പോലീസ് സ്റ്റേഷൻ. നമുക്ക് ആദ്യം ഓഫീസിൽ ചെന്ന് നടന്നത് എന്താണെന്ന് സ്വാമിയോട് തുറന്നു പറയാം. എന്നിട്ട് ഇന്ന് തന്നെ വണ്ടി തിരികെ കൊടുക്കാം. ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണോ? ഈ വണ്ടി ഉള്ളതുകൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇനി വണ്ടി കേസ് വേറെ വരും. സൂസൻ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇവിടെ വേറെ ആരാ ഉള്ളത്? നാരായണൻ ഉണ്ടായിരുന്നു. ആരാടാ അവിടെ പെട്ടി കൊണ്ടുവച്ചത്? എനിക്കറിയില്ല സാർ. നിനക്കറിയില്ലേ? നിങ്ങൾ മിണ്ടണ്ട. ഞാൻ വരുമ്പോ കൂടി ഉണ്ട്. പറയടാ. ഞാനിങ്ങോട്ട് വരുമ്പോ ഓഫീസിന്റെ വാതിൽക്കൽ പെട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഈ കണ്ണാടിയുള്ള ചേട്ടൻ. ഇങ്ങോട്ട് മാറിയിക്കടോ. നീ താനാണോ എന്റെ റെപ്രസെന്റേറ്റീവ്? ഞാനല്ല സാർ. പിന്നെ ആരാ? അവരും എനിക്ക് പോയിരിക്കാൻ വരും. ആകെ പ്രശ്നമായി. ആൾക്കൂട്ടം പോലീസും. പാപ്പിച്ചേട്ടന്റെ ബോഡി ഇവിടെ പെട്ടിക്കകത്ത്. അയ്യോ, അതെങ്ങനെ ഇവിടെ വന്ന്? ആർക്കറിയാം? ആ സ്വാമിയെടുത്ത് ഇൻസ്പെക്ടർ ചോദിച്ചോണ്ടിരിക്കുക നമ്മുടെ രണ്ടുപേരുടെയും കാര്യമാണ്. നമ്മൾ ഇനി ഇവിടെ നിന്നാ കുഴപ്പം. വേഗം രക്ഷപ്പെടാം. ഇപ്പൊ ഞാൻ പറഞ്ഞെന്തായി? അവര് നിസ്സാരക്കാരല്ല. എത്ര പെട്ടെന്നാണ് ഡെഡ് ബോഡി സ്വാമിയുടെ ഓഫീസിൽ എത്തിച്ചത്. ഇവർക്ക് കള്ളപ്പണത്തിന്റെ കുഴൽപ്പണത്തിന്റെ ഏർപ്പാട് മാത്രമായിരിക്കില്ല, അധോലോകവുമായിട്ട് വരെ ബന്ധമുള്ള ഗ്യാങ് ആയിരിക്കും അവര്. അവന്മാരുടെ കാര്യമൊന്നുമല്ല പ്രശ്നം. ഇതിപ്പോ ചെയ്യാത്ത കുറ്റത്തിന് സർക്കാർ നമ്മളെ തൂക്കിക്കൊല്ലും. നീ ഇങ്ങനെ പേടിച്ചാലോ? പേടിയൊന്നുമില്ല, ഒരു ഉൾക്കിടില്ല. അതിന് എന്നാ പേടിയെന്ന് പറയുന്നത്? അർത്ഥമൊന്നും തന്നെ, പക്ഷെ ഫീലിങ്സ് വ്യത്യാസമുണ്ട്. എടാ, പാപ്പിച്ചേട്ടനെ കൊന്നതും അവന്മാര് തന്നെയായിരിക്കും. ഇനി അഥവാ ആണെങ്കിൽ എത്രയും വേഗം സത്യം കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ അകത്തു പോകും. അവന്മാരല്ലേ അത്? അതെ. അപ്പൊ ഇത് തന്നെ ആയിരിക്കും അവന്മാരുടെ സങ്കേതം. നമുക്കൊന്നേം നോക്കിയാലോ? വേണ്ട, രണ്ടാളും കൂടി പോണ്ട. പിടിച്ചാൽ രണ്ടും അകത്താവും. ഞാൻ പതുക്കെ ചെന്ന് നോക്കാം. എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഞാൻ ഓടി വരും. നീ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. അവന്മാരുടെ കണ്ണിപ്പെടാതെ നോക്കണം. ഞാൻ സൂക്ഷിച്ചോളാം. എന്റെ അനുജൻ കൂടി എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഈ വിക്രമൻ ഒരു വിലസേനെ. എന്റെ മനസ്സ് ഇപ്പോഴും പറയുന്നു, അവനെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അനിയനെ കാണാതെ പോയിട്ട് വർഷം 20 കഴിഞ്ഞില്ലേ? ഇപ്പൊ അവനെ കണ്ട നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോലും പറ്റിയെന്ന് വരില്ല. അതായത് കണ്ടോ, പിള്ളേരെ പിടുത്തക്കാർ തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവന്റെ കഴുത്തിൽ ഇതേപോലെ ലോക്കറ്റുള്ള ഒരു മാലയുണ്ടായിരുന്നു. കയ്യിൽ ശ്രീകൃഷ്ണ രൂപം പച്ചകുത്തിയിട്ടുണ്ട്. താഴെ പ്രസാദ് എന്ന പേരും. അവനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് നമ്മുടെ ജോത്സ്യൻ തറപ്പിച്ച് പറഞ്ഞിട്ടുമുണ്ട്. എന്റെ അനുജന് വേണ്ടി ഞാൻ പോകാത്ത സ്ഥലങ്ങളേ ഇല്ല. കലക്കി. ഇപ്പോ ഞാൻ വിക്രമന്റെ കാണാതായ അനിയൻ പ്രസാദ്. അനിയനാണെന്നും പറഞ്ഞ് നീ എങ്ങനെ അകത്ത് കയറി പറ്റും? അതിനൊക്കെ ഞാൻ വഴി കണ്ടു വെച്ചിട്ടുണ്ട്. കാര്യമൊക്കെ കൊള്ളാം. രണ്ടുപേരും അവിടെ പോയി കുടുങ്ങരുത്. രണ്ടുപേരും എന്ന് പറയണ്ട, സാംസൺ അവിടെ പോയി കുടുങ്ങി പോകരുത് എന്നല്ലേ ഭവതി പറഞ്ഞതിന്റെ ധ്വനി? മതി മതി, നീ ഷർട്ട് എടുത്തിട്ട്. അത് മാത്രമല്ലേ വരുന്നുണ്ട്, തുടങ്ങി. ഓക്കെ വേണം. പൊട്ടന്റെ അടിക്ക് ഒരു മയമില്ല. നാരാടാ പൊട്ടൻ നീ? അല്ല ഞാൻ ഇങ്ങോട്ട് നീ. ഈ മാല ഞാൻ തരില്ല. എന്നെ കൊന്നാലും ഞാൻ തരില്ല. ആശിച്ച മാലകളൊന്നും ഈ ടൈഗർ നേടാതിരുന്നിട്ടില്ല പട്ടി. പറഞ്ഞല്ലേ ഇവനെന്റെ മാല പൊട്ടിച്ചോടാൻ ശ്രമിച്ചു. ഇവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം സാർ, പ്ലീസ് സാർ.
പോയി സർ, ഓടിയവൻ. നീ ആരാ? ഞാനൊരു അനാഥനാണ് സർ. പേര് പ്രസാദ്. അനിയ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാ വിക്രമൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം സ്കൂളിൽ വെച്ച് എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അന്യനാണ് നീ. ഓർക്കുന്നുണ്ടോ? ഞാനെല്ലാം ഓർക്കുന്നു. വിക്രമൻ ചേട്ടൻ ഇത്രയും വലുതായോ? എന്ത് പൊക്കം! നിന്നെ ആരാ തട്ടിക്കൊണ്ടുപോയത്? കിഡ്നി പിടുത്തക്കാര് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കിഡ്നി എടുത്ത് വിൽക്കുന്ന ഒരു സംഘമാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അവർ എന്റെ കിഡ്നി എടുക്കാൻ നോക്കിയപ്പോ എന്റെ കിഡ്നിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് പറഞ്ഞ് അവർ എന്നെ വെറുതെ വിട്ടു. സുഭാഷിണി, സുഭാഷിണി, ദാ വരുന്നു. ഇതാണ് നിന്റെ ചേട്ടത്തി. ആരേത്? എനിക്ക് എന്റെ അനിയനെ തിരിച്ചു കിട്ടി. എന്റെ പ്രസാദിന്. ഇതാ പച്ച, ഇത് ഗോൾഡ്. അനിയ, ഈ പൊണ്ണ ആരാ ജ്യേഷ്ഠ? ദേവി ചേച്ചിയുടെ മകൻ സുന്ദരേശൻ. ഇതാണ് നിന്റെ കൊച്ചുമാമൻ. പണ്ട് കാണാതായ അവന്റെ. അതെ, എല്ലാ പ്രൂഫും ഉണ്ട്. അനിയ, നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. 25ാം ജന്മദിനം. സിൽവർ ജൂബിലി. യാ, അത് നമുക്ക് ഗംഭീരമായി ആഘോഷിക്കണം. വിത്ത് ചീമമദ്യം. യാ, വിത്ത് ടീയേഴ്സ്. ഇനിയിപ്പോ കരഞ്ഞിട്ടെന്താ കാര്യം? ചെറുപ്പം മുതലേ അവനെ ലാളിച്ചു വഷളാക്കിയത് നീ ഒറ്റ എഴുത്തിയ. ഇനി വരുന്നൊക്കെ അനുഭവിക്കുക തന്നെ. ഒരെറുമ്പിനെ പോലും നോവിക്കാത്തവനാ എന്റെ മോൻ. അവൻ അങ്ങനൊന്നും ചെയ്യില്ല. ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവനെന്തിനാ ഒളിവ് നടക്കുന്നത്? പത്രത്തിൽ വന്നെന്ന് കരുതി സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇനി പോലീസുകാരുടെ മാറുമോ? അവൻ എവിടെയുണ്ടെന്ന് നിങ്ങൾ ചെന്നൊന്ന് അന്വേഷിക്കേ. എന്താ സംഭവിച്ചതെന്നറിയാലോ. ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? പറഞ്ഞ സമയത്ത് പാർട്ടിക്ക് ക്യാഷ് എത്തിക്കാത്തതുകൊണ്ട് നമ്മളോട് അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുക. ആ റെപ്രസെന്റേറ്റീവ്മാരാണ് പണം എടുത്തിരിക്കുന്നത്. അവന്മാർ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് പണവുമായേ നിങ്ങൾ തിരിച്ചു വരാവൂ. എതിർത്താൽ തട്ടിക്കളയാൻ മടിക്കണ്ട. ഒരു കാര്യം മാത്രം ഓർത്തോ, ഇക്കാര്യത്തിൽ ഇനിയൊരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കേണ്ടി വരരുത്. ഓക്കെ? കുറച്ചുകൂടെ ഒഴിക്കട്ടെ ചെറിയ മാമ. മാമ, ഞാൻ നിന്റെ ബ്രോക്കറാണോടാ കുട്ടിത്താവാങ്ങ. ഇവിടെ നടക്കണ എന്താണെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ പച്ചയും കുത്തി വന്നിരിക്കുന്നത്. ഇതൊക്കെ വരച്ചു വെച്ചതാ. ഈ ശ്രീകൃഷ്ണനെ കണ്ട വെള്ളം തൊട്ടാ മാഞ്ഞു. നിനക്ക് വല്ല പച്ചയും കുത്തനാടെ? എനിക്ക് ശ്രീകൃഷ്ണനൊന്നും വേണ്ട. പിന്നെ അമിതാഭ് ബച്ചനെ മതി. ഓക്കെ, ഞാൻ സാംസണെ വിട്ട. പിന്നെ ഫിലിം റെപ്രസെന്റേറ്റീവ് സാംസൺ അല്ല. അയാളെ എനിക്ക് അറിഞ്ഞൂടാ. അയാളെ എനിക്ക് യാതൊരു പരിചയമില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചൊന്നും വേറെ ആർക്കും പറയണ്ട. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ? ഏതായാലും വിക്രമന്റെ സംഘത്തിൽ നുഴഞ്ഞു കയറാൻ പറ്റിയതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി. പാപ്പിച്ചേട്ടന്റെ കൊലപാതകത്തിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ ആരാണ് കൊല ചെയ്തിരിക്കുന്നത്? പോലീസ് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ കുറ്റവാളികളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. പോലീസിന്റെ ജോലി നമ്മൾ ഏറ്റെടുക്കാനോ? രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് വേണ്ടിവരും. കൊള്ളാം. പോലീസ് തന്നെ നമ്മളെ തപ്പി നടക്കുമ്പോ പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒരു പോലീസ് മോഡൽ ഇൻവെസ്റ്റിഗേഷൻ. എടാ, അതല്ലാതെ വേറെ വഴിയില്ല. നമുക്ക് ആ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടികളൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. തിയേറ്ററിൽ ചെന്ന് അവർ പോലീസിൽ വിവരം അറിയിക്കില്ലേ? എന്നാൽ നമുക്ക് ആദ്യം ആ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയെ രഹസ്യമായി ചെന്നൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്. അവന്റെ കയ്യിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഹിന്റ് കിട്ടാതിരിക്കില്ല. ഇതാ പാപ്പിച്ചേട്ടന്റെ അസിസ്റ്റന്റ് കൃഷ്ണൻകുട്ടിയില്ലേ? ഇവനാകെ മാറിയിരിക്കുന്നല്ലോ. നീ ഇവിടെ ഇരുന്നോ, ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. കൃഷ്ണൻകുട്ടി, വാഴക്കുളത്തൊരു തിയേറ്റർ കൊടുക്കാനുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ? കാശ് മുടക്കുള്ള ഒരു ഏർപ്പാടും തൽക്കാലം വേണ്ട. ഇത്രയും കാശ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാ
നീ എന്തിനാ എങ്ങനെ പേടിക്കുന്നത്? ആ റെപ്രസെന്റേറ്റീവ്സ് മുങ്ങി നടക്കുന്നിടത്തോളം കാലം നിന്നെ ആരും സംശയിക്കാൻ പോകുന്നില്ല. അപ്പൊ അതൊക്കെ പറയടാ. വെള്ളം അടിക്കുന്നതിന് തലയ്ക്ക് പിടിച്ച എന്താ നിന്റെ പരിപാടി? എടാ എന്താ നിന്റെ പരിപാടി? കുറച്ചു നാള് നമുക്ക് വല്ല ബോംബെയിലോ മദ്രാസിലോ മാറിയിരിക്കാം. അതല്ലേ ബുദ്ധി. സാറിനെ അന്വേഷിച്ച ആളൊന്നിരിക്കുന്നു. ആരാ? ആരാന്ന് പറഞ്ഞില്ല. എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്ന്. അവിടെ ഹലോ, നമ്മളാണോ വിളിച്ച? ആരാടാ പാപ്പിച്ചേട്ടനെ കൊന്നത്? എനിക്കറിയില്ല. മാന്യമായി അവമാനിച്ചോണ്ടല്ലോ. കൂടുതൽ ഒച്ച ബഹളമൊന്നും വേണ്ട. ഞങ്ങൾ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. എന്താ ഉണ്ടായെന്ന് പറ. എനിക്കറിയില്ല എന്ന് പറഞ്ഞല്ലേ? കൈ തറ പട്ടി. നിന്നെ കൊണ്ട് പറയിക്കാൻ ഞങ്ങളൊന്നും ഞാൻ പറയാം. നിങ്ങൾ ഫിലിം പെട്ടിയുമായി വന്ന അന്ന് ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ചാക്കേട്ട് മരിച്ചടിച്ച് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിന് പുറകിലുള്ള കുറ്റിക്കാട്ടിലേക്ക് പോകുന്നത് പാപ്പിച്ചേട്ടൻ കണ്ടത്. പാപ്പിച്ചേട്ടൻ അത് എന്നെയും വിളിച്ച് കാണിച്ചു. ചാക്കിൽ കൊണ്ടുപോയി വെച്ച എന്താണെന്ന് അറിയാൻ ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ചു. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നിങ്ങളെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചാക്കിനടുത്തെത്തി. ഇവിടെ കാണുന്നില്ലത്. ഇത് എവിടെ കൊണ്ട് വച്ചിരിക്കണം? അയക്കി കാശാണല്ലോ. എടാ ഇത് നോട്ട് കിട്ടുന്നതാണല്ലോടാ. ഇതുവല്ല കള്ളനോട്ടിലായിരിക്കും ആശാനെ. അയ്യോ, നിനക്ക് പേടിയില്ല, നീ എടുക്കണ്ട. എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എടുത്തോളാം. നമുക്ക് പപ്പാതി എടുക്കാം. ഏത് പാതിന്ന് പപ്പാതി? ആശാനെ ഏത്? ഒരുമാതിരി ഓടാ പട്ടി. ഇത് നീ എടുത്തു വെച്ചോ. ഇത് ആർക്ക് വേണം? എനിക്ക് എന്റെ പകുതിയും വേണം. പകുതിയോ? നിനക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ള കഴുതേ? എനിക്ക് 3 പെമ്പിളേർ കെട്ടിച്ചയക്കാനുള്ള. നീ ഒറ്റത്തടിയല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട വർത്താനം പറഞ്ഞത് കേട്ടാ. വൃത്തിയിട്ട വർത്താനം പറഞ്ഞു നീ എന്ത് ചെയ്യട എരപ്പേ? എന്തോ ചെയ്യുന്നു ഇനി എന്റെ സോമർ. എടാ ഇതൊന്നൊരു ചില്ലി കാശ് പോലും ചോദിക്കാൻ തരില്ല. വീട്ടിൽ പോലെ വീട്ടിൽ പോകാം. സമ്മതം വേണോ? ഈ വിവരമെല്ലാം നീ പോലീസിന്റെ അടുത്തുകൂടി ഒന്ന് പറയണം. വരട്ടെ. ആ കാശും കൂടി എടുത്തിട്ട് വേണം പോലീസിന്റെ അടുത്ത് പോവാൻ. അതെവിടാ നീ വെച്ചിരിക്കുന്നത്? ഹലോ,
ജ്യേഷ്ഠന്റെ പണം ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അയ്യോ, അനിയൻ ജ്യേഷ്ഠന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊന്നും സാരമില്ല. എവിടെ നിന്ന് കിട്ടിയ ഐഡിയ ഒക്കെ? ഐഡിയയോ? ഹിന്ദി സിനിമ ധാരാളം കാണാറുണ്ടല്ലേ? ഈ പണം കണ്ടുപിടിക്കുന്ന ഇടയില് മാല നഷ്ടപ്പെട്ടു. പച്ചയോടെ തന്നെ ഉണ്ട്. ഈ ഫിലിം പെട്ടി കേസിൽ ഇനി ഒരു കണ്ണി പോലും ബാക്കി ഉണ്ടാവരുത്. 3 എണ്ണത്തിന് തട്ടേര. പണം ഇന്ന് തന്നെ ചാവക്കാട് എത്തിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തിരിക്കണം. മനസ്സിലായോ? അറ്റാക്ക്. ചേട്ടാ പെട്ടെന്ന് കഴിച്ചിട്ടു. 50-50 എടുക്കാം. എന്റെ അമിതാഭ് ബച്ചന്റെ ഫേസ് കട്ടുകളല്ലേ ഏട്ടാ. ഈ കട്ടൻ കഴിച്ചിട്ടു. പതി എടുക്കാം. പറ്റിക്കോ? സത്യമായിട്ടില്ല, അത് കഴിച്ചോട്ടാ എന്റെ ഫോം മനസ്സിലാവുള്ളൂ. എന്റെ മുഖത്തിന്റെ ഫേസ് കട്ട് കണ്ട. കള്ള ജ്യേഷ്ഠ, ഈ കേസിൽ ഒരു കണ്ണി പോലും ബാക്കി വെക്കില്ലല്ലേ? അവിടെ നിൽക്കണം. മിസ്റ്റർ ഗോപിനാഥ്, നിങ്ങളല്ലേ അന്ന് ആ കള്ളക്കടത്തുകാരെ പിടിക്കാൻ ഞങ്ങളെ സഹായിച്ചത്? അതെ സർ. സാർ ഇത് എന്റെ ഫ്രണ്ട് സാംസൺ. ഞങ്ങൾ രണ്ടുപേരും കള്ളക്കടത്തുകാർക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാണ് കക്ഷികൾ. വലിയാൻ നോക്കണ്ട. ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തന്നെ കണ്ട അന്നേ ഞാൻ നോട്ടമിട്ടതാ. ഫിലിം വെട്ടി മാറിപ്പോയ സംഭവമാണ് ഇപ്പൊ ഈ നഗരത്തിലെ സംസാര വിഷയം. ചൂടാറും മുമ്പേ അത് സിനിമയാക്കാൻ പോവുകയാണിവർ. ഇത് ഡയറക്ടർ, ഹലോ. ഇത് പ്രൊഡ്യൂസർ. ഹലോ. അതിലൊരു വേഷം നിന്റെ ഗോപിനാഥ മേനോന് കൊടുക്കാമെന്ന് ഇവർ സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ. സ്വാമി, എന്നെ അല്ല പൊക്കൊണ്ടത്, അവനെ.